ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ തയ്ക്കാൻ പോകുന്നത് ചുരിദാർ കട്ട് നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 290ൻ്റെ നൈറ്റിയാണ് കേട്ടോ, നൈറ്റി തുണിയാണ്. അത് നമുക്ക് നാലായിട്ടൊന്ന് മടക്കിയിടാം. നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം മടക്ക് വശം നമ്മുടെ സൈഡിലേക്ക് ആക്കിയിട്ട് ഓപ്പൺ സൈഡ് മറുവശത്തേക്കും ആക്കിയിട്ട് വേണം മടക്കിയിടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് നൈറ്റിയുടെ താഴ്ഭാഗം ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാം. അവിടെ നമുക്കൊരു സ്കെയിൽ വെച്ചൊന്ന് വരച്ചെടുക്കാം കേട്ടോ. സ്കെയിൽ വെച്ച് വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നൈറ്റിയുടെ അടിഭാഗം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അതൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് വരച്ചതിന് ശേഷം നമുക്ക് നൈറ്റിയുടെ ഇറക്കം വേണ്ടത് 54 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിവിടെ 36 ഇഞ്ച് നൈറ്റി വണ്ണം കേട്ടോ. നൈറ്റിയുടെ വണ്ണം നമുക്ക് 36 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഷോൾഡർ 6.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ആ 6.5 ഇഞ്ച് നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആം ഹോളും 6.5 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തണേ. അതൊന്ന് വരച്ചെടുക്കാം. അതൊന്ന് വരച്ചതിന് ശേഷം നമുക്ക് ചെസ്റ്റ് വണ്ണം വേണ്ടത് 9 അതിലേക്ക് നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടി ഇട്ട് 9.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തണം കേട്ടോ. അതിനുശേഷം വേസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് 14. അതിൽ വണ്ണം നമുക്ക് 8.5 ഇഞ്ചാണ് വേണ്ടത്. 8 ഇഞ്ച് വണ്ണവും 1/2 ഇഞ്ച് ലൂസുമായിട്ട് 8.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയേക്കണേ. അതുപോലെ തന്നെ ഹിപ്പ് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഹിപ്പ് 10.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തണേ കേട്ടോ. 19 അടയാളപ്പെടുത്തിയേക്കുന്നത് ഹിപ്പ്. ഇനി നമുക്ക് അതിലേക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. അടയാളപ്പെടുത്തി വരച്ചതിന് ശേഷം നമുക്ക് ആം ഹോള് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. 6.5ൻ്റെ 3/4 വെച്ച് നമ്മൾ അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം ഒരു 4 ഇഞ്ച് നമുക്ക് മുൻ ആം ഹോൾ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ കേട്ടോ. ഇനി നമുക്ക് കഴുത്ത് നമ്മൾ 2.5 ഇഞ്ചാണ് അകലം കൊടുത്തിരിക്കുന്നത്. ബാക്ക് കഴുത്തിൻ്റെ ഇതാട്ടോ നമ്മൾ എടുക്കുന്നത്. 4 ഇഞ്ച് ഇറക്കവും കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി ഒരു റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതൊന്ന് വെട്ടിയെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് പാർട്ടാണ് വെട്ടിയെടുക്കണേ. ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ടാണ് വെട്ടിയേക്കണത്. ബാക്കിലെ കഴുത്ത് വെട്ടി ഇനി നമുക്ക് ഫ്രണ്ട് നമുക്ക് കുഴിച്ച് വെട്ടാനുണ്ട്. ആം ഹോളിൻ്റെ അവിടെ അതൊന്ന് നമുക്ക് കുഴിച്ച് വെട്ടി കൊടുക്കാം. തുണി നമ്മൾ നേരെ ഇട്ടതിന് ശേഷം ആ ഫ്രണ്ട് ആം ഹോളും കൂടി ഒന്ന് കുഴിച്ച് ക്ലിയർ ആക്കി കൊടുക്കാം കേട്ടോ. കാര്യം നമ്മൾ ആംഹോൾ ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൈ വെട്ടിയെടുക്കാം കേട്ടോ. കൈ വെട്ടിയത് നമ്മളിവിടെ കട്ടായി പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ അതിൻ്റെ അടയാളപ്പെടുത്തുന്നുണ്ട്. 4 ഇഞ്ച് നമ്മൾ മടക്ക് വശം അടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്നുണ്ട്. പിന്നെ ബാക്കി അതിന് 6.5 ഇഞ്ചാണ് നമ്മൾ കൈ ഇറക്കം വയ്ക്കുന്നത്. കൈൻ്റെ ഷേപ്പ് ഒരു 3-ലാണ് കൊടുക്കണേ കേട്ടോ. അവിടേക്ക് നമുക്ക് വേണ്ടത് ഒരു 8.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയേക്കണേ.
അതിനുശേഷം നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം കേട്ടോ. മുൻകഴുത്ത് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ നമുക്കതൊന്ന് വെട്ടിയെടുക്കാം. അത് 2.5 ഇഞ്ചിലാണ്, ഒരു 2.25 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തണത്. തയ്യൽ തുമ്പും കൂടെ കൂട്ടി കേട്ടോ ഞാനത് എടുത്തേക്കണേ. ഒരു 5.5 ഇഞ്ചാണ് കഴുത്തിറക്കം വെച്ചിരിക്കണേ. ഇനി അതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2.5 ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. റൗണ്ട് തന്നെയാണ് നമ്മൾ ഷേപ്പാക്കി കൊടുക്കണേ. അപ്പോൾ അത് ചെയ്ത് അത് പിന്നെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നൈറ്റി കട്ട് ചെയ്യാൻ, ചുരിദാർ മോഡൽ നൈറ്റി കട്ട് ചെയ്യാനുള്ള ഇത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ബാക്ക് കഴുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് 2 വെട്ടിയെടുക്കുന്നുണ്ട്. അതൊന്ന് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റി കട്ടിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.